സഭയുടെ അനുഗ്രഹീത ദൈവദാസൻ റവറൻഡ് ഡോക്ടർ വിൽസൺ ജോസഫ് പാസ്റ്റർ, പ്രിയ ആൻറ്റി, പ്രിയ റോയ് പാസ്റ്റർ, പ്രിയ ആൻറ്റി, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ഇപ്രകാരം വിശുദ്ധ സഭായോഗമായി ദൈവിക സന്നിധിയിലായിരിക്കാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന അവസരങ്ങളെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാൻ ദൈവമായി കർത്താവ് കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ 2.5 മാസക്കാലം ഞങ്ങൾക്ക് നിങ്ങളോടുകൂടെ ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായി കർത്താവ് കൃപ ചെയ്തു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ മാസം 29-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഞാൻ ആ നാട്ടിലേക്ക് കടന്നു പോകുവാനായി താല്പര്യപ്പെടുന്നു. ലിജി 1 മാസം കൂടെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരികയുള്ളൂ. പ്രൈസലോ, ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പ്രൈസലോ, ദൈവം എന്നെ ഏൽപ്പിച്ചൊരു കൊച്ചു സഭ അവിടെയുണ്ട്. അവരെ വിട്ടിട്ട് പോരുന്നതിനൊട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ പോയേ പറ്റുകയുള്ളൂ. പ്രൈസലോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളതായ സഭ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, പ്രൈസലോ, ദൈവത്തെ ആരാധിക്കുന്ന, കരങ്ങളടിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, വിശിഷ്യ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന, ദൈവിക രോഗശാന്തി ഏറ്റെടുക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട സഭ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ സഭയോർത്ത് ദൈവമക്കൾ പിന്നെയും പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. സമയം അങ്ങനെ വളരെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് പ്രൈസലോ, ഞാൻ ഇനി എന്നെ തന്നെ പരിചയപ്പെടുത്തുവാനായിട്ടൊന്നും താല്പര്യപ്പെടുന്നില്ല. കർത്താവിന്റെ ദാസൻ ഇന്നും എന്നെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തി. പ്രൈസലോ, എൻ്റെ 21-ാമത്തെ വയസ്സിൽ എനിക്ക് ഈ പുസ്തകം ചുമക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. പ്രൈസലോ, കഴിഞ്ഞ 39 വർഷമായിട്ട് IPC മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ പാസ്റ്റർ തോമസ് ഒലിവിൻ്റെ സെൻറ്ററിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ആ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ടായിരിക്കാൻ ദൈവമായി കർത്താവ് ഭാഗ്യം നൽകുന്നു. 37 വർഷമായി പ്രൈസലോ അവിടെ ഒരു ഇടയ ശുശ്രൂഷ ഏൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇപ്പോൾ 7-ാമത്തെ ചർച്ചിലാണ് ഇരിക്കുന്നത്. പ്രൈസലോ, ഇരുന്ന സഭകളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഒന്നുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ പ്രത്യേകമായി ചോദിക്കുന്നു. ഈ രാത്രി നമുക്കൊന്നിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് രാത്രി വചനമൊന്നും വായിപ്പിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം. പ്രൈസലോ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി. പ്രൈസലോ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം നമുക്ക് നോക്കാം. പ്രൈസലോ, 130-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, ഞാൻ അവൻ്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. പ്രൈസലോ, പ്രൈസലോ, നമുക്കറിയാം 120-ാമത്തെ സങ്കീർത്തനം മുതൽ 134-ാമത്തെ സങ്കീർത്തനം വരെ 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ബാബിലോണിയ പ്രവാസം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർ പാടുന്ന സങ്കീർത്തനങ്ങളാണല്ലോ ആരോഹണ ഗീതങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അതിൻ്റെ 130-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നമുക്ക് വായിച്ച് കേൾക്കുവാനായി കഴിഞ്ഞത്. ആ 130-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ആഴത്തിൽ നിന്നുള്ള നിലവിളിയാ. 2-ാമത്തെ വാക്യം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന അപേക്ഷയാ. 3-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നിന്റെ മുൻപാകെ ആരും നിൽക്കുമെന്നുള്ളതാ. 4-ാമത്തെ വാക്യം എന്ന് പറയുന്നത് നിന്റെ പക്കൽ വിമോചനമുണ്ടല്ലോ. 5-ാമത്തെ വാക്യത്തിൽ വന്നപ്പോഴേക്കും ഭക്തന് പ്രത്യാശ വർദ്ധിച്ചിട്ട് താൻ പറയുകയാണ്, എൻ്റെ ഉള്ളം നിനക്കായി കാത്തിരിക്കുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു, ഞാൻ നിന്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിലും യേശുവിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ തലമുറയിൽ എനിക്കും നിനക്കും പ്രത്യാശ വയ്ക്കുവാൻ ഉള്ളത് ദൈവത്തിന്റെ വചനത്തിലാ. പ്രൈസലോ, ദൈവത്തിന്റെ വചനത്തിലല്ലാതെ മറ്റാരുടെയും വചനത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ഒരു ദൈവ പൈതലിന് പ്രമാണമില്ല. പ്രൈസലോ, മനുഷ്യന്റെ വചനങ്ങളുണ്ട്, പിശാചിന്റെ വചനങ്ങളുണ്ട്, ദൈവത്തിന്റെ വചനങ്ങളുണ്ട്.
മനുഷ്യന്റെ വചനത്തിൽ, മനുഷ്യന്റെ വാഗ്ദത്തങ്ങളിൽ, മനുഷ്യന്റെ വാക്കുകളിൽ ആരും പ്രത്യാശ വയ്ക്കരുത്. അത് പ്രത്യാശ വയ്ക്കുവാൻ പറ്റിയതല്ല. എന്തുകൊണ്ട്? 146 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. മനുഷ്യൻ എത്ര ക്ഷണികനാണ് എന്ന് ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തുകയാ. വെള്ളത്തിലെ കുമിള പോലെ, മാഞ്ഞു പോകുന്ന നിഴല് പോലെ, രാവിലെ തഴച്ചു വളരുന്ന പുല്ലിന് സമാനമാണ് ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതം. ആകയാൽ അവന്റെ വചനങ്ങളിൽ ഒരിക്കലും പ്രത്യാശ വയ്ക്കരുത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭക്തൻ പ്രത്യാശ വയ്ക്കുകയാ. എന്താണ് വചനത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ പ്രധാന കാരണമെന്ന് ചോദിച്ചാൽ അതെന്തേക്കും നിലനിൽക്കുന്ന വചനമാ. 119 സങ്കീർത്തനം അതിന് 89-ാമത്തെ വാക്യം, യഹോവേ നിന്റെ വചന സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. പർവ്വതങ്ങൾ മാറിപ്പോകാ, കുന്നുകൾ നീങ്ങിപ്പോകാ, എന്നാൽ എൻ്റെ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകയില്ല എന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എനിക്ക് നിനക്കും പ്രത്യാശ വയ്ക്കുവാനുള്ളത് അത് ദൈവത്തിന്റെ വചനത്തിലാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനി 2:13 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, അത് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവവചനം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തോട് നിനക്ക് പ്രതികരിക്കുവാൻ കഴിയുമെങ്കിൽ, വചനം നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, വചനം നിനക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ, വചനം അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി ഈ ഹോളിന്റെ ഈ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഈ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളങ്കാൽ മുതൽ നമ്മുടെ ശിരസ് വരെ വ്യാപരിക്കുന്നതാ. വചനം വ്യാപരിച്ചാൽ അത് രോഗബന്ധനത്തെ അഴിച്ചു മാറ്റും. വചനം വ്യാപരിച്ചാൽ ഭൂതശക്തികൾ അഴിഞ്ഞു മാറും. വചനം വ്യാപരിച്ചാൽ ശത്രു നമുക്കെതിരായി കെട്ടിപ്പോക്കിയ എല്ലാ കെട്ടുകളും അത് തകർന്നു മാറുന്നതാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവവചനം ഏറ്റെടുത്ത് പ്രതികരിപ്പാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് പർവ്വതങ്ങളെയും താഴ്വരകളെയും താണ്ടി അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ജീവന്റെ വചനമാ ദൈവത്തിന്റെ വചനം. Praise the Lord, praise the Lord, praise the Lord. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുവാനിടയാകും. പ്രൈസ് പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, ഞാൻ അയച്ച എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. ഞാൻ ഏതൊരു ഉദ്ദേശത്തോടുകൂടെ വചനം അയച്ചുവോ അതിന്റെ പ്രവൃത്തി തികച്ച് എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അയച്ച ദൈവത്തിന്റെ വചനം അതെവിടൊക്കെ ചൊല്ലണമോ, എവിടെയൊക്കെ പ്രവർത്തിക്കണമോ, എവിടെയൊക്കെ സൗഖ്യം നൽകണമോ, എവിടെയൊക്കെ വിടുതലയക്കണമോ, എവിടെയൊക്കെ ബന്ധനങ്ങളെ തകർക്കണമോ, അതതിന്റെ വചനത്തിന്റെ പ്രവൃത്തി അതുപോലെ ചെയ്തു മടങ്ങി വരുന്നതാ. ദൈവകൃപ, 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 ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ശക്തിക്കായി ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ ഒരു ഹൃദയമുണ്ടോ?
പ്രവർത്തിക്കുവാൻ ഒരു സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നാം അഭിമുഖീകരിക്കുന്ന വിഷയം വളരെ ഭാരമേറിയതായിരിക്കാം. രക്തക്ഷയം. പ്രൈസ്. ലോകവൈദ്യന്മാർ അവസാന വാക്ക് പറഞ്ഞു കാണാം. പക്ഷേ ലോകവൈദ്യന്റെ കയ്യിലല്ല നമ്മെ കുറിച്ചുള്ള അവസാന വാക്ക്. ഇന്ന് രാത്രി ഞാനും നീ സേവിക്കുന്ന ദൈവത്തിന്റെ പക്കല. ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ലോകവൈദ്യന്മാർ തള്ളിക്കളഞ്ഞതിനെ വിടുവിച്ചതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വചനം അയക്കപ്പെട്ടാൽ സൗഖ്യം ഉറപ്പാ. ഞാൻ ചുമ്മാതല്ല ഇങ്ങനെ പറയുന്നത്, അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ നീണ്ട 15 വർഷം ഒരു ആസ്മാ രോഗിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തണുത്ത വെള്ളം കുടിച്ചാൽ ഞാൻ വലിക്കാൻ തുടങ്ങും. അത്രമാത്രം പ്രൈസ് ദി ലോർഡ് വിമ്മിഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രസംഗിക്കുന്നതിന് മുമ്പേ ഇൻഹേലർ അടിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ നിൽക്കാൻ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ടാബ്ലറ്റ് കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതടിക്കണം. അത് പിടിക്കാതെ വരുമ്പോൾ റോട്ടോക്കിൽ അടിക്കണം. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവനും 15 വർഷം കൊണ്ട് തിന്നാവുന്നതിൻ്റെ പരമാവധി ഗുളികയും മരുന്ന് ഞാൻ കഴിച്ചവനാ. പ്രസംഗിക്കരുതെന്ന് എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ 18 കൊല്ലമായി അദ്ദേഹം അത് പറഞ്ഞിട്ട് ഇന്ന് വരെ പ്രസംഗം നിർത്താൻ സ്വർഗം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു പ്രിയപ്പെട്ട ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ബോധരഹിതനായി ബോധം കെട്ടവൻ നിലത്തു വീണു. അവനെ വേഗത്തിലെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറയുകയാണ് ഇവിടെ രോഗത്തിന് മരുന്നില്ല. അവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ കൊണ്ടുവന്ന് അവനെ അഡ്മിറ്റ് ആക്കി. അവനെ അവിടെ ചെന്ന് 4-ാമത്തെ ദിവസം പ്രൈസ് ദി ലോർഡ് അവന് 80% മരിച്ചു. എന്നെ അവർ വിളിച്ചു പറഞ്ഞു, മനേഷ് മരിച്ചുപോയി, ഇനി 20% ജീവനേ ഉള്ളൂ. അവനെ അടക്കാനുള്ള സ്ഥലം ഞാൻ പോയി കണ്ടു. അവന് വേണ്ടി മോർച്ചറി ഞാൻ ബുക്ക് ചെയ്തു. പക്ഷേ ഞായറാഴ്ച ആരാധന നടക്കുമ്പോൾ ദൈവാത്മാവിനോട് പറയുക, ഈ മനേഷിന് വേണ്ടി ഉപവസിക്കാൻ. ഞാൻ എൻ്റെ സഭയിൽ വിളിച്ചു പറഞ്ഞു. ദൈവാത്മാവിനോട് പറയുക, മനേഷിന് വേണ്ടി ഉപവസിക്ക. അവൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ വരുമെന്ന് ഓർത്ത് നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, അവന് വേണ്ടി ഉപവസിക്കുക. പ്രൈസ് ദി ലോർഡ്. അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തതിന്റെ 6-ാമത്തെ ദിവസം മുതൽ ഞാൻ എൻ്റെ സഭയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു. 8-ാമത്തെ ദിവസം ബുധനാഴ്ച വൈകിട്ട് ഇതുപോലൊരു 7:30 മണി സമയമായി കൊണ്ടുപിടിച്ച് ആരാധന നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 80% മരിച്ചു കിടന്ന ഈ മനേഷിന് ജീവൻ നൽകി. പ്രൈസ്. അന്ന് രാത്രി പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ ഞാൻ 15 വർഷം അനുഭവിച്ച എൻ്റെ ആസ്മയെ ദൈവം എടുത്തു മാറ്റി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ ദൈവ പൈതലേ? ഇവിടെ വചനം നീ കേൾക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളങ്കാൽ മുതൽ നിന്റെ ശിരസ്സു വരെ ദൈവശക്തി വ്യാപരിക്കും. ഗ്ലോറി. രക്തമാന വൈശസി. നിന്നെ അലട്ടുന്ന ഏത് രോഗമായാലും, നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഏത് വിഷമമായാലും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ രക്തമാന വൈഡമാന ഹസ്കമാന ഹടകം തുമന ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്. വചനമയക്കട്ടെ, വചനമയക്കട്ടെ. വചന ജനത്തെ തൊടട്ടെ, വചന ജനത്തെ തൊടട്ടെ, വചന ജനത്തെ തൊടട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. പ്രൈസ്. എന്റെ ചർച്ചിൽ മാരക രോഗികൾ 4 പേരുണ്ട്. 4നെ സ്വർഗം പിടിവിച്ചതാ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക.
നാലിനെ സ്വർഗം വിടുവിച്ചതാ. എങ്ങനെ? വചനമയച്ച്. നമ്മൾ ചിന്തിക്കുന്നതല്ലിത്, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാ. നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാ വചനത്തിന്റെ ശക്തി. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ പൊന്നും മിത്രമേ, നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നിന്റെ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞു നീ ദൈവത്തെ സ്തുതിക്കണം. നമ്മളൊരു കുട്ടി ദൈവത്തെ സേവിക്കുന്നവരല്ല, നമ്മൾ ചത്തും മൺമറഞ്ഞവനെ സേവിക്കുന്നവരല്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ഉറക്കെ ചോദിച്ച് മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും ജയം എടുത്തവനെയാ ഇന്ന് രാത്രി ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ്. വചനം അയച്ചാ വിടുതല. എനിക്ക് 100 കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ തന്നെ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ മറ്റൊരു അനുഭവം കൂടി ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു പ്രിയ കുഞ്ഞ്, അവനെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 4ലോ 5ലോ പഠിക്കുമ്പോൾ ഞാൻ ആ സഭയിൽ ചാർജ് എടുത്തത്. 9 വർഷത്തോടെ ശുശ്രൂഷിച്ചു. അവനെ ബുദ്ധിപരമായ ഒരല്പം വൈകല്യമുള്ളവനാ. സ്തോത്രം. താടിക്കൂടൊക്കെ ഇങ്ങനെ തുപ്പലക്കി ഒലിപ്പിച്ച് ഒരു വല്ലാത്ത പ്രകൃതമാണ്. ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ പപ്പ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, പാസ്റ്റേ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ സ്ഥിതി എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും ഒരു മകളുമാണുള്ളത്. ഒരു ദിവസം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, സാറേ, അവൻ സ്നാനപ്പെട്ട് കയറുമ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. വർഷങ്ങൾ കഴിഞ്ഞു. അവരൊരു ഞായറാഴ്ച എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. നമ്മളാരും അത് അംഗീകരിക്കത്തില്ല, പക്ഷേ ഞാനത് അംഗീകരിച്ചു. കാര്യം ഞാൻ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് അവൻ്റെ അപ്പനോട്, അവൻ സ്നാനപ്പെടുമ്പോൾ സ്ഥിതിക്ക് ഭേദം വരുമെന്ന്. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, നമ്മുടെ മോനെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഞായറാഴ്ച അവൻ്റെ സ്നാനമാണ്. ദൈവസഭ അതിനായി ഒരുങ്ങി ഞാൻ അവനെ ദൈവനൊക്കെ അല്പമായി പഠിപ്പിച്ചു, സ്നാനപ്പെടുത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അതിൻ്റെ പിറ്റേ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ PYP മീറ്റിംഗ് നടക്കുമ്പോൾ ഇവൻ സ്വന്തമായൊരു ഉപന്യാസം എഴുതി സഭയിൽ വായിച്ചു. $140 വിശ്വാസികളുണ്ട് അന്ന് എൻ്റെ ചർച്ചിൽ. എല്ലാവരും വാവിട്ട് കരഞ്ഞു. സ്തോത്രം. ദൈവം അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ പണിതു. പണിയാൻ അറിയാകുന്ന ഒരു തച്ചനെയാണ് ഇന്ന് രാത്രി നാം സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ 1ാം വർഷം തന്നെ 10ാം ക്ലാസ് പാസ്സായി, അവന് +2 പാസ്സായി, പിന്നെ അവൻ ITA പോയി, പിന്നെ അവൻ ഗൾഫിൽ വന്നു. ചില വർഷങ്ങൾ ജോലി ചെയ്ത് അവർ BSc നേഴ്സിനെ വിവാഹം കഴിച്ചു. ഇന്ന് ആ കൊച്ച് ന്യൂസിലൻഡിലാണ്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ മകൻ ആ ചർച്ചിൻ്റെ അവസാന വാക്കാ. സഭക്കാരൊക്കെ എന്തൊക്കെ എഴുന്നേറ്റ് പറഞ്ഞാലും ഇവൻ എഴുന്നേറ്റ് പറയും, വേണ്ട, നമുക്കിങ്ങനെ അങ്ങ് ചെയ്യാം. ആ ചർച്ചിൻ്റെ അവസാന വാക്കായി ദൈവം അവൻ്റെ സ്ഥിതി മാറ്റി. അപ്പൊ വചനം വ്യാപരിച്ചാൽ നമ്മുടെ സ്ഥിതി മാറിപ്പോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, തലമുറയുടെ വിഷയങ്ങൾ ഓർത്ത് നീ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയുകയോ, ഈ രാത്രി നീ ഇവിടെ ഇരുന്ന് വിശ്വസിക്ക്. നിന്റെ തലമുറയുടെ ബുദ്ധിമണ്ഡലത്തെ പണിയാൻ കഴിവുള്ള ഒരു തച്ചൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ തലമുറയുടെ കാര്യം എന്താകും അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ടാന്നേ. നിന്റെ ഉദരത്തിൽ അവനെ മെടഞ്ഞെങ്കിൽ അവനെ സൗഖ്യമാക്കാൻ, അവനെ വിടുവിക്കാൻ, അവനെ ഒരു നല്ല പാത്രമാക്കി മാറ്റാൻ കഴിവുള്ളതാണ് ഈ രാത്രി ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. സമയം പോകുന്നല്ലോ. വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു. 2, വചനം വ്യാപരിക്കും. കാര്യം, വചനത്തിന് ജീവനുണ്ട്.
ഹല്ലേലൂയ. എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും അത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇന്ന് രാത്രി വചനം വ്യാപരിച്ചാൽ നിന്റെ മജ്ജയ്ക്കകത്തെ രോഗം ദൈവം മാറ്റും. പ്രൈസ്. നിന്റെ അസ്ഥിക്കകത്തെ രോഗം മാറ്റും. നിന്റെ ഞരമ്പിനകത്തെ രോഗം ദൈവം എടുത്തു മാറ്റും. നിന്റെ മാംസത്തിനകത്തെ രോഗബന്ധന ദൈവം അഴിച്ചു മാറ്റും. പക്ഷെ വചനം വ്യാപരിക്കണം. പ്രൈസ്. നമുക്കറിയാം മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പ്രൈസലോ, അവിടെ 12 സംവത്സരമായി മാറാത്ത രോഗം പിടിച്ച് തീരാത്ത വേദന അനുഭവിച്ച് ഉള്ള മുതലെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത്, അവന്മാർക്ക് ഒത്തിരി ഉണ്ട്, എന്നാലും അവന്മാർക്ക് കൊണ്ടുപോയി കൊടുത്ത് എന്നിട്ട് ഒട്ട് സൗഖ്യമാകാതിരിക്കുന്ന ഒരു സ്ത്രീ, കൊല്ലുന്ന പ്രമാണമാകുന്ന ന്യായ പ്രമാണം അവളെ മുറിക്കകത്ത് തളച്ചിട്ടിരിക്കുകയാ. ഈ കൊല്ലുന്ന പ്രമാണം അവളോട് പറഞ്ഞത്, ഈ രോഗം നിനക്കുള്ളത് കൊണ്ട് നീ പുറത്തോട്ടിറങ്ങരുത്, പൊതുജനം നിന്നെ കാണരുത്, പൊതുജനം കൂടുന്നയിടത്ത് നീ പോകരുത്, നീ പുറത്തുള്ള ഒരു സാധനത്തിലും ഇരിക്കരുത്, ആരും നിന്നെ തൊടരുത്, നീ ആരെയും തൊടരുത്. ഇതൊക്കെ സംഭവിച്ചു പോയാൽ അവരെല്ലാവരും അശുദ്ധരാണ്, അവർ പാളയത്തിന് പുറത്തു പോകണം. ഈ കൊല്ലുന്ന പ്രമാണം ഈ സ്ത്രീ അവളുടെ മുറിക്കകത്ത് തളച്ചിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ശബ്ദം അവളുടെ കാതിൽ കേട്ടു. നസറേത്തുകാരനായ യേശു അവൻ സൗഖ്യമാക്കുന്നവനാ. അവൾ ഹൃദയത്തിൽ ചിന്തിച്ചു, എൻ്റെ സൗഖ്യത്തിനായി ഈ നസറത്തുകാരൻ എന്നാണ് എൻ്റെ വഴിയെ കടന്നു വരുന്നത്. പ്രൈസലോ. അവൾ ഇത് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം അവളുടെ കാതിൽ ഒരു കേൾവി കേട്ടു. വലിയ ആരവാരം കേൾക്കുകയാ, ഇതാ നസറത്തുകാരൻ വരുന്നുണ്ട്. ഇവള് ന്യായ പ്രമാണത്തിന്റെ വിലക്കുകളെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് അവൾ കൃപയുടെ പ്രമാണത്തിലേക്ക് അവൾ ഓടി അടുക്കുകയാ. അവൾ ഓടുമ്പോൾ അവിടെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം, അവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യമാ. ഇന്ന് രാത്രി യേശുവിനെ തൊടാൻ താല്പര്യമുള്ള ദൈവ പൈതലേ, ഇന്ന് രാത്രി നീ വഴി പോകണ്ട, യേശു നിന്റെ അടുക്കലുണ്ട്. പ്രൈസലോ. ബഹുപുരുഷാരത്തിക്ക് തിരക്കുമ്പോൾ ഇവരുടെ നടുവിൽ കൂടെ കയറി യേശുവിനെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടു. പ്രൈസലോ. യേശു അവിടെ നിന്നു. അവരൊരു ചോദ്യം ചോദിച്ചു, എന്നെ തൊട്ടതാരെ? മുന്നടക്കുന്നവർ. ഞാൻ അവർക്കൊരു പേരിട്ടിട്ടുണ്ട്, ചേട്ടന്മാർ. അത് നാളെ ഞാൻ സഭയിൽ പോയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ചേട്ടന്മാരാരാന്ന്. ഇവിടെ ഞാൻ പറയുന്നില്ല, ഇവിടെ ചേട്ടന്മാരില്ലാത്തതുകൊണ്ട്. സ്തോത്രം. പ്രൈസലോ. പ്രൈസ്. ഇവിടെ എല്ലാം അനിയന്മാരാ, അതുകൊണ്ട് ഞാൻ അതൊരു വിവരിക്കാൻ പോകുന്നില്ല. പ്രൈസലോ. ചേട്ടന്മാരൊന്നും സമ്മതിക്കത്തില്ല, അത്രയും പറഞ്ഞ് വിടുകയാ. പ്രൈസലോ. ചേട്ടന്മാരൊന്നും സമ്മതിക്കത്തില്ല. ഇവർ പറയുകയാ, നീ എന്തോ ഈ പറയുന്നേ, ഇത്രയും പുരുഷാരം നടക്കുമ്പോൾ പ്രൈസോ നിന്നെ തൊട്ടതാരെന്നോ? യേശു പറഞ്ഞു, അല്ല, എന്നെ ആരോ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീ വിറച്ചും കൊണ്ട് അവിടെ നിന്ന് വിളിച്ചവർ, ഗുരു, ഞാനാകുന്നു നിന്നെ തൊട്ടത്. ദൈവപൈതലെ, ചേട്ടന്മാർക്കൊന്ന് യേശുവിനെ തൊട്ടതിന്റെ ഗുണം അറിയാതിരിക്കുമ്പോൾ പാരമ്പര്യം പറയാനില്ലാത്ത നിനക്ക് ഇന്ന് രാത്രി യേശുവിനെ തൊടുവാ. അവന്റെ ശാക്യതയെ തിരിച്ചറിയാൻ, അവന്റെ ശാക്യത ശരീരത്തിൽ അനുഭവിപ്പാൻ, അതൊരു വിടുതലായി വെളിപ്പെടുവാൻ ഇന്ന് രാത്രി സ്വർഗം ഇടവരുത്തും. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. യേശുവോട് പറയുകയാണ്, സ്ത്രീയെ, ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക, സമാധാനത്തോടെ പോക. അവൾ വന്നത് ബാധയോടാ, പോകുന്നത് ബാധയില്ലാതാ. അവൾ വന്നത് സമാധാനമില്ലാതാ, പോകുന്നത് സമാധാനത്തോടാ. അവൾ വന്നത് സ്വസ്ഥതയില്ലാതാ, പോകുന്നത് സ്വസ്ഥതയോടാ. ഇന്ന് രാത്രി 3 ഏതെങ്കിലും ഒരനുഭവത്തിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ രാത്രി ദൈവ പൈതലേ, നീ വന്നതുപോലെ പോകരുത്, വ്യത്യസ്ത അനുഭവത്തിൽ മടങ്ങിപ്പോകാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. പ്രീസ്, ഞാൻ നിന്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഈ വചനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും നിഴല. പ്രൈസ്തലോ. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവ
ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡമെടുത്തു നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവിന്റെ ദാസന്റെ പിതാവ് ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളോട് മിക്ക ക്ലാസ്സുകളും പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങൾ ഏതൊരു പ്രസംഗം ഇവിടെ നടത്തിയിരുന്നാലും ഇരിക്കുന്നതിന് മുമ്പേ കർത്താവിൻ്റെ ക്രൂശീകരണം പറയണം. അത് പറയാത്ത പ്രസംഗം ഒരു പ്രസംഗമല്ല. നീ ദാവീദിനെ പറഞ്ഞാലും യോശുവയെ പറഞ്ഞാലും ഇത് ക്രൂശീകരണത്തെ കൊണ്ടുവന്ന് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ പിറന്നു. 33 വർഷക്കാലം ഭൂമിയിൽ പാർത്ത് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴെ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകി, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് ഭൂതലത്തിൽ സഞ്ചരിച്ച് 33 തിരുവയസ്സിൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഗതസമന മുതൽ കാൽവറി വരെ പങ്കപ്പാടുകൾ സഹിച്ച് കാൽവരുടെ കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ കാര്യമ്പാടുകളാൽ തൂങ്ങപ്പെട്ട് സ്വന്തം തോളിന്മേൽ തലചായിച്ചുകൊണ്ട് പിതാവേ സകലവും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞ് അപ്പന്റെ പക്കൽ ആത്മാവിനെ ഭരമേൽപ്പിച്ച് മരിച്ച് അരിമത്തേക്കാര യോസേഫ് കല്ലറയിൽ അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയുടെ വലഭാഗേ നമുക്കായി ജീവിക്കുന്ന യേശു വരാറായി. നമുക്ക് അവന്റെ വരവിനായി ഒരുങ്ങാം. സമയം അധികമില്ലല്ലോ, ദൂരം അധികമില്ലല്ലോ. നമുക്ക് അവന്റെ വരവിനായി ഒരുങ്ങാം. സമയം അനുവദിച്ചെന്ന കർത്താവിനെ വിലപ്പെട്ട പ്രത്യേകന് ദൈവ മക്കൾക്ക് യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഞങ്ങളെ കുടുംബമായി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരെയും ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നിങ്ങളെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന വാക്കോടെ ഉറപ്പോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗം നമ്മെ സഹായിക്കട്ടെ.